പുണ്യാത്മാക്കളെ, വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം മനുഷ്യ ബന്ധങ്ങൾ ചുടലവരെ എന്നതാണ്. ഇത് മനുഷ്യൻ അറിയേണ്ടതും ചിന്തിക്കേണ്ടതുമാകുന്നു. 84 ലക്ഷം പ്രാണി വിഭാഗങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. അതിൽ മനുഷ്യന് മാത്രമേ വിവേകബുദ്ധിയുള്ളൂ. തിരിച്ചറിവോ വിദ്യാഭ്യാസമോ ഇല്ലാത്ത ഇതര ജീവികൾ അജ്ഞാനത്തിൽ ജീവിക്കുന്നു. അവർക്ക് കുടുംബമോ ബന്ധങ്ങളോ ഒന്നുമില്ല. ആണുങ്ങൾ പെണ്ണുങ്ങളുമായി സംഗമിക്കുന്നു. അത് അവരുടെ വികാരമാണ്. അതോടെ അത് കഴിഞ്ഞു. കാലമാവുമ്പോൾ പെണ്ണുങ്ങൾ പ്രസവിക്കുന്നു. മറ്റ് പ്രാണികളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷണം കൊടുക്കലും ഭക്ഷണം സ്വയം തേടി കഴിക്കാൻ ആവും വരെയും സംരക്ഷിക്കേണ്ട കർത്തവ്യം പ്രസവിച്ചവർക്കുണ്ട്. ആ പ്രായം ആകും വരെ തൻ്റെ കുട്ടികളെ കൂടെ കൂട്ടി നടക്കും, ഭക്ഷണം തേടി കൊടുക്കും, സംരക്ഷിക്കും. 2-3 മാസമാവുമ്പോൾ അവർ സ്വയം പ്രാപ്തരാവും. അതോടെ മൃഗമായാലും പക്ഷികളായാലും ബന്ധത്തിൽ നിന്നും വേർപെടുത്തും. അതോടെ അവരുടെ അമ്മ മക്കൾ ബന്ധം അവസാനിച്ചു. പ്രകൃതി വിധിച്ചിരിക്കുന്ന പരമ്പര നിലനിർത്താനുള്ള വംശോൽപത്തി അവർ ചെയ്യുന്നു. നമുക്കൊരു കോഴിയെ ചിന്തിക്കാം. കോഴികൾ ഇണചേരുന്നു, മുട്ടയിടുന്നു, അടയിരിക്കുന്നു, കുട്ടികളെ വിരിയിക്കുന്നു. 2-3 മാസം കൂടെ കൂട്ടി നടക്കുന്നു. പിന്നീട് ബന്ധം വേർപെടുത്തുന്നു. ഇത് നാം കണ്ട് പഠിക്കുന്ന പാഠമാണ്. അതാണ് അവരുടെ ധർമ്മം. എല്ലാ ജീവികൾക്കും അവരവരുടേതായ ഒരു സംസ്കാരമുണ്ട്. മനുഷ്യനല്ലാത്തവർക്ക് അത് ജന്മസിദ്ധമാണ്. അവരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പഴമക്കാർ പറയാറില്ലേ, നീർക്കോലിയെ നീന്തൽ പഠിപ്പിക്കേണ്ടെന്ന്. അവരുടേതായ സംസ്കാരം വിട്ടവർ ജീവിക്കുകയുമില്ല. മനുഷ്യന് ഒരു സംസ്കാരമുണ്ട്. അത് ജന്മസിദ്ധമല്ല. കണ്ടോ, കേട്ടോ, പഠിച്ചോ നേടേണ്ടതാണ്. ശാസ്ത്രം വിധിച്ചിരിക്കുന്ന നിയമങ്ങളെല്ലാം മനുഷ്യന് മാത്രമുള്ളതാണ്. എന്നാൽ വിവേകം എന്ന നിധി ജന്മസിദ്ധമാകുന്നു. അതിനെ അവർ ദുർവിനിയോഗം ചെയ്യുകയാൽ പിതാവായ ബ്രഹ്മദേവൻ ദുഃഖിതനാണ്. ഒരു അച്ഛന് 3 ആൺമക്കളുണ്ട്. മൂത്ത 2 പേരും തോന്നിവാസികളാകയാൽ താൻ നേടിയ സമ്പത്തെല്ലാം അനുസരണയുള്ള ഇളയ പുത്രന് കൊടുത്തു. സമ്പത്തെല്ലാം തൻ്റേതായതോടെ അവനും അഹങ്കാരിയായി. അച്ഛനെ പോലും വിഷമിപ്പിക്കുന്നവനായി. കൈവിട്ടുപോയ സമ്പത്തിനെ തിരിച്ച് പിടിക്കാനാവാതെ അച്ഛൻ വിഷമത്തിലായി. ഇതാണ് ബ്രഹ്മാവിനും സംഭവിച്ചത്. മനുഷ്യൻ പഠിക്കുന്നു, അറിവ് സമ്പാദിച്ചു. ഫലനോ നാസ്തികവാദം, മദ്യപാനം, വ്യഭിചാരം, മോഷണം, ചതി, വഞ്ചന, കൊള്ള, കൊല, കുടുംബകലഹം, ആത്മഹത്യ, ലഹരിക്കടിമ, സദാചാരമില്ലായ്മ, പരോപകാരമില്ല, സ്നേഹബന്ധങ്ങളില്ല. താൻ ആരെന്നോ തൻ്റെ ധർമ്മം എന്തെന്നോ അറിയാതെ മൂഢനെപ്പോൾ ജീവിക്കുന്നു. മാനവധർമ്മമെന്നാൽ ഗൃഹസ്ഥാശ്രമധർമ്മം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ വാനപ്രസ്ഥം ചെയ്യണം. നാം ഇപ്പോൾ ചെയ്യുന്നതോ, ഭാര്യ ഭർത്താവായ ദമ്പതിമാർക്ക് കുട്ടികൾ ഉണ്ടായി. അവരെ വളർത്തി പഠിപ്പിച്ചു, ജോലി വാങ്ങി കൊടുത്തു, വിവാഹം കഴിച്ചു കൊടുത്തു. തൻ്റെ ധർമ്മം അതുവരെയേ ഉള്ളൂ. ഇനി താൻ നേടിയതെല്ലാം തീർക്കാൻ ബാക്കിയുള്ളതെല്ലാം പുത്രനെ ഏൽപ്പിച്ചിട്ട് വാനപ്രസ്ഥം ചെയ്യണം.
ഇപ്പോൾ നാം ചെയ്യുന്നതോ താൻ നേടിയ സമ്പത്തെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് ഭരണം നടത്തുന്നു. മക്കൾക്ക് കുട്ടികൾ ഉണ്ടായി. അവരെയും ലാളിച്ച് പഠിപ്പിച്ച് വിവാഹം ചെയ്ത് വിടണം എന്ന സ്വപ്ന കൊട്ടാരത്തിലാണ് ഇരിക്കുന്നത്. ആശാഭാഷം ഗ്രഹത്തിൽ ബന്ധിച്ചിരിക്കുന്നു. വിവേകമില്ലാത്ത പ്രാണികൾ ബന്ധം ഏതുവരെ എന്ന് നമ്മെ കാണിച്ചു തരുന്നു. വിവേകമുള്ള നാം അത് കണ്ടൊന്നും പഠിക്കുന്നില്ല. ഗ്രഹമാകുന്ന ചളിക്കുണ്ടിൽ പന്നിയെപ്പോലെ ജീവിക്കുന്നു. പോകാനായി എന്ന് കാലം മുന്നറിയിപ്പ് തരുന്നു. മുടി വെളുത്തു, അതിനെ കറുപ്പിച്ചു. പല്ല് കൊഴിഞ്ഞു, അതിനെ വെപ്പിച്ചു. ശരീരം മെലിഞ്ഞു, അതിനെ വസ്ത്രങ്ങളാൽ മറച്ചു. രോഗങ്ങൾ വന്നു, ചികിത്സിച്ചു. ഈശ്വര ഭജനത്തിനുള്ള സന്ധ്യ വന്നു, നീ അപ്പോൾ സീരിയൽ കണ്ട് ആഹ്ലാദിച്ചു. മുന്നറിയിപ്പുകൾ ഒന്നും വകവെക്കാതെ ചിരഞ്ജീവിയാണെന്ന് കരുതിയിരിക്കെ മരണം പിടിപെട്ടു. എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു. കൗമാരത്തിൽ കുട്ടികൾക്ക് അനുഭവങ്ങൾ ഇല്ലാത്തതിനാലും മുന്നോർ കാണിച്ചു വന്ന അധർമ്മ പ്രവൃത്തിയെ കണ്ട് വളർന്നതിനാലും തിരിച്ചറിവ് പ്രവർത്തിക്കേണ്ട പ്രായമാകാത്തതിനാലും ശിവമാകുന്ന ചൈതന്യം ഉള്ളിൽ ഇരിക്കുന്നത് അറിയാത്തതിനാലും വളരുന്ന പ്രായമാകയാൽ ഈ ശരീരം അക്ഷയപാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച് അത്തറും പൗഡറും മറ്റ് കളറുകളും എല്ലാം പൂശിയും മോഡൽ വസ്ത്രങ്ങളാൽ അണിയിച്ച് ഒരുക്കിയും അത്ഭുത വസ്തുവെപ്പോലെ കരുതി അതിനുവേണ്ടി ചിലവാക്കുന്ന പണത്തിന് അതിരില്ല. ഇതെല്ലാം അന്യരെ കാണിക്കാൻ വേണ്ടിയാണ്. ശിവം വേറിട്ടാൽ ഉടനെ അത് ചീഞ്ഞഴിഞ്ഞ് നാറാൻ തുടങ്ങും. പുഴുവരിക്കും മുന്നേ അതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. മൃഗങ്ങൾക്കുള്ള ബുദ്ധി പോലും ഇല്ലാതായി പോയല്ലോ എന്ന് ചിന്തിച്ചു പോകും. കുട്ടികൾ കാണിക്കുന്ന കോംട്രാക്തരത്തിന് ഉത്തരവാദികൾ മാതാപിതാക്കളാണ്. അടക്കിയ മടിയിൽ വെക്കാം, മരമായാലോ പുറത്ത് കളയാനേ ആവൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. മക്കളും മാതാപിതാക്കളുമായുള്ള ബന്ധത്തെ ഒന്ന് ചിന്തിക്കാം. പുരുഷൻ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ അല്പം ബീജം നിക്ഷേപിച്ചു. പിന്നീട് അത് മാംസപേശിയായും ഓരോ ഭാഗങ്ങളിൽ അവയവങ്ങൾ ഉണ്ടാകുന്നതും കാലമാവുമ്പോൾ കുട്ടിയുടെ രൂപത്തിൽ പ്രസവിക്കുന്നതും അമ്മിഞ്ഞപ്പാൽ ഉണ്ടാകുന്നതും പാൽ കുടിച്ച് കുട്ടി വളരുന്നതും പല്ല് മുളച്ചതും മുടി വളർന്നതും ഓടിക്കളിക്കുന്നതും വിദ്യ നേടുന്നതും ജോലി കിട്ടിയതും വിവാഹം നടന്നതും അതിൽ മക്കൾ ജനിക്കുന്നതും ഒന്നിനും മാതാപിതാക്കൾക്ക് ഒരു ബന്ധവുമില്ല. എല്ലാം കാലമാകുന്ന ഈശ്വരൻ്റെ പ്രവൃത്തികളാണ്. ഇത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയാത്തവർക്ക് താഴെ പറയാം. കുട്ടിപ്രായത്തിൽ ശിശു മരിക്കുന്നതും പഠിച്ച കുട്ടിക്ക് ബുദ്ധിവികാസമില്ലാത്തതും ചികിത്സിക്കുന്നതും നല്ല വിദ്യാഭ്യാസം ഉണ്ട്, പക്ഷേ ജോലി കിട്ടുന്നില്ല. നല്ല സുമുഖനായ മകൻ, പക്ഷേ അനവധി അന്വേഷിച്ചിട്ടും പെണ്ണിനെ കിട്ടുന്നില്ല. അനവധി ചികിത്സ ചെയ്തു രോഗശമനമില്ല. ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ കാണാനുണ്ട്. എന്തേ സമ്പത്തും എല്ലാ കഴിവുകളും ഉണ്ടെന്ന് അഭിമാനിക്കുന്നവർക്ക് ഇതൊന്നും പരിഹരിക്കാൻ സാധിക്കാത്തത്? ഓരോ ജീവന്മാരും കാലചക്രത്തിൽപ്പെട്ട് കറങ്ങുന്നവരാണ്. കാലം തന്നെ തീരുമാനിക്കണം. നാം ഒരു യന്ത്രം മാത്രമാണ്. ജഗദീശ്വരനാണ് ഇതിൻ്റെ ഒക്കെ നിയന്താവ്.
ഓരോ ശ്വാസം വിടുന്തോറും ആയുസ് അറ്റുപോയിക്കൊണ്ടിരിക്കുന്നു. തന്നെപ്പോലും തനിക്ക് രക്ഷിക്കാനായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല. എന്നിട്ട് അന്യരെ എങ്ങനെ നീ രക്ഷിക്കും? ചിന്തിക്കുക. പുരാണത്തിലെ ഒരു കഥയെ ചുരുക്കി പറയാം. ഒരു ബ്രാഹ്മണ ദമ്പതിമാർ അനവധി സമ്പത്തും ജീവിത സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ സന്തോഷത്തിനായി ഒരു സന്താനമില്ല. അനവധി വ്രതങ്ങളും ദാനധർമ്മങ്ങളും പൂജാഹോമാദികളും ചെയ്തു. ജീവിതം പകുതി ആയപ്പോൾ ഒരു ആൺകുഞ്ഞുണ്ടായി. അവർക്ക് ഒരു നിധി കിട്ടിയ പോലെ ഒരു ആനന്ദം. അവർ കുട്ടിക്ക് ആവശ്യാനുസരണം വേണ്ടതെല്ലാം കൊടുത്തും ചെയ്തും വളർത്തി. യൗവനത്തിലെത്തി. ഒരു ദിവസം കുട്ടി പെട്ടെന്ന് മരിച്ചുപോയി. അവർക്കുണ്ടായ ദുഃഖം പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. അവർ തൻ്റെ ഉപാസന ദൈവത്തെ പഴിപറഞ്ഞും സന്താപിച്ചും കരഞ്ഞു. ദേവൻ ഒരു ബ്രാഹ്മണ വേഷത്തിൽ അവർക്ക് ദർശനം കൊടുത്തു. ഉണ്ടായ സംഭവങ്ങളെയെല്ലാം അറിഞ്ഞു. ബ്രാഹ്മണനോട് ആ കുട്ടിയെ ജീവിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. മരിച്ചവരെ ജീവിപ്പിക്കാൻ സാധ്യമല്ല. ഞാൻ നിങ്ങളുടെ പുത്രൻ്റെ ജീവനെ ആവാഹിപ്പിച്ച് സംസാരിപ്പിക്കാം എന്ന് പറഞ്ഞു അതിനെ ആവാഹിച്ച് കാണിച്ചു കൊടുത്തു. ഉടനെ മാതാപിതാക്കൾ മകനേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. അപ്പോൾ കുട്ടി ചോദിച്ചു, ഞാൻ എൻ്റെ കർമ്മഗതിക്കനുസരിച്ച് ഓരോ യോനികളിലായി അനവധി ജന്മങ്ങൾ എടുക്കുകയും മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അനവധി മാതാപിതാക്കളായവരുണ്ട്. ഇതിൽ ആരാണ് എൻ്റെ മാതാപിതാക്കൾ? നിങ്ങൾ പറയാമോ? ഞാനും എത്രയോ അമ്മയും അച്ഛനും ആയിട്ടുണ്ട്. കാലം കളിപ്പിക്കുന്നു. ജീവന്മാർ കളിക്കുന്നു. നാടകത്തിലെ കളിക്കാരനെ പോലെയാണ് നാം എല്ലാം. ചിന്തിക്കുക എന്ന് പറഞ്ഞ് ജീവൻ മറഞ്ഞു. അതോടെ ആ ദമ്പതിമാർക്ക് ആത്മജ്ഞാനമുണ്ടായി. ഇത്രയും കാലം നാം ജീവിച്ചത് വ്യർത്ഥം എന്ന് മനസ്സിലായി. അവർ ഈശ്വരപ്രാപ്തിക്കുള്ള മാർഗം തേടിപ്പോയി. ഹരി ഓം.